ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങാനിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ വാടാനപ്പള്ളിയിലുള്ളത്. വാടാനപ്പള്ളിയിൽ നമ്മൾ ഇന്നലെ വന്നതാണ്. അത് വീടാക്കിയിട്ടില്ല, എപ്പോഴും കണ്ടിട്ട് ഇങ്ങനെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയ ഫാമിലി വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും, സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടുണ്ട്, തൊണ്ടവേദന കാരണം. അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളിട്ട്. അപ്പം നമുക്ക് അങ്ങനെ നമ്മളെ വീഡിയോത്തിലേക്ക് കിടക്കുകയാണ്, നമ്മുടെ ഡെയിലി ഫാമിലി വ്ളോഗിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കഴിക്കാൻ പോവാണ്. ഇത് പത്തിരി കയ്യാത്തിൻ്റെ വീട്ടിലുള്ള കേട്ടോ. പത്തിരി ഇതെന്ത് കറി? ഇവിടെ എപ്പോഴും ബീഫും പത്തിരി നമുക്ക് ഉണ്ടാക്കും. ബീഫ് ചാപ്സ് ആണ് ഗൈസ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോട് തുടങ്ങുകയാണ്. ഇത് ബാക്കി അങ്ങനെ വിശേഷങ്ങളാണ്. പയ്യാണ് കണ്ടുകൊണ്ട് അപ്പോൾ പത്തിരി എടുക്കുക, ഒരു കഷ്ണം ബീഫ് എടുക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വരട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം മുന്നേ നമ്മളൊരു ഹൈദരാബാദ് ദം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. ആ ദം ബിരിയാണി നമുക്ക് ഇവിടെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഇവിടുത്തെ കുട്ടികൾ, അവിടെ ഏട്ടത്തിൻ്റെ കുട്ടികളും അറിയാത്തിൻ്റെ പിന്നെ നമ്മുടെ ഏട്ടൻ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ആ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ നമ്മളെന്തായാലും കാണിച്ചില്ല. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരുപാട് ഇട്ടാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇന്ന് ഉണ്ടാക്കിയതും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ആണ് ഇന്ന് ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ള കഴിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ സമയം 2 മണിയോടെ അടുത്തേക്കുന്നു. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഫാമിലി വ്ളോഗാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതാ അന്ന് ഉണ്ടാക്കിയ അതേ ഹൈദരാബാദ് ദം ബിരിയാണി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാലഡ് പിന്നെ ഇത് കഴിക്കാൻ പോവാണ്. നമ്മൾ കഴിച്ചില്ല അഭിപ്രായം ഞാൻ പറയാം. ഒരു 80% അതിൽ ഇടപെട്ടിട്ടുള്ളൂ, ബാക്കി അവരെന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ കേസ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. കോഴിയുടെ കാലൊന്ന് ഇത് ഒന്നിച്ച് മസാല ഒക്കെ പാടെ മിക്സാക്കി. അപ്പോൾ നമുക്കിത് ഒരു മന്തി സ്ട്രെച്ചറും ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്താ പറയാ, ഷാവ് വരുന്നില്ലേ? ഹൈദരാബാദ് ദം ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. വേണ്ടവർ പറഞ്ഞാൽ മതി, നമ്മൾ വന്ന് വെച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ച് തീർക്കട്ടെ, ബാക്കി വിശേഷങ്ങൾ വയ്യ. അപ്പം ഞങ്ങൾ കഴിച്ചെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ഷാബെ ഫുഡ്? അടിപൊളിയല്ല? ഫിദ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഫിദ നമ്മുടെ ഏട്ടൻ്റെ മോളാണ്, റയ്യാനത്തെ താത്താൻ്റെ മോളാണ്. എങ്ങനെയുണ്ട് കുട്ടി ഫുഡ്? ഇഷ്ടാ? അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി അടുത്തത് നമ്മളെ സ്വന്തം റയ്ഹാനത്താണ് കഴിക്കാൻ പോണത്. റയ്ഹാനത്തെ ഞാൻ ചോറിടും. ഞാൻ കണ്ട് ചോറ് കുറച്ചിട്ടാൽ മതി. അഭിപ്രായം പറഞ്ഞിട്ട് ബാക്കി തിന്നട്ടെ, അല്ലെങ്കിൽ വീഡിയോ ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ തിന്നേണ്ടത്. സൂപ്പറല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ സമയം 6:45. നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എടുത്ത് ഒറ്റപ്പാലത്തേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും പാടെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചോ, ഞങ്ങൾ ലക്കിടിക്ക് തിരിച്ച് തന്നെ പോവുകയാണ്. ചൂട് കാരണം അങ്ങനെ ഏസിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നുറങ്ങിപ്പോയി ഗൈസ്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നും എടുക്കാൻ തന്നില്ല, അങ്ങനെ കിടന്നുറങ്ങി. ഇത് മുന്തിരിൻ്റെ വള്ളിയാട്ടോ, ശരിക്കുള്ള മുന്തിരിയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അന്ന് ചെയ്തായിരുന്നു, മുന്തിരി വള്ളികൾ. അപ്പം നമ്മൾ പോവുകയാണ്. നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്ന് ഒറ്റപ്പാലം എന്തായാലും ഒരു 9-9:30 മണിയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിട്ട് നെറ്റ്സുലിനെ പോലെ ഔട്ട്ഫിറ്റ്. ഇറ്റ്സ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പം നമ്മൾ തൃശ്ശൂർ എത്താനായിരിക്കുന്നത്. വാടാനപ്പള്ളിയിൽ നിന്ന് വിട്ടു. തൃശ്ശൂർ എത്താൻ ഇനി 2-3 കിലോമീറ്റർ കൂടി ഉണ്ട്. ഫ്രം അവിടെ നിന്ന് നമുക്കൊരു 50 കിലോമീറ്റർ കൂടി ഉണ്ടാവും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെച്ചു ഇത്ര നേരം നിൽക്കായിരുന്നു. ഇപ്പോൾ പോയി കടന്നിക്കണം. റയ്ഹാനത്ത് ബാക്കിലാണ്, ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ, ആശിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ലക്കിടിക്ക് പോവാണ്. ലക്കിടിക്ക് പോണതിൻ്റെ മുമ്പ് ചിലപ്പോൾ നമ്മൾ അവിടെ വരുന്നത് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങോട്ട് തിരിച്ച് സൗണ്ട് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് അല്ലേ? സൗണ്ട് കേൾക്കുന്നതെന്നറിയില്ല നിങ്ങൾക്ക്.
നമ്മളിനി അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭക്ഷണത്തിൽ നമുക്ക് ബിരിയാണി പാക്ക് ചെയ്ത് കവറിൽ പാക്കറ്റാക്കി ബോക്സിലാക്കി തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അതുകൊണ്ട് ഫുഡ് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച സ്ഥിതിക്ക് നമ്മളിനി രാത്രി അത് കഴിക്കില്ല. അപ്പോൾ അത് എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടി വരും. അപ്പം ഉച്ചക്ക് ഷവർമ വേണമെന്നൊക്കെ പറയും. ഷവർമയും പിന്നെ എന്താ ഫ്രൂട്ടിയാ മൂപ്പര് ഇറങ്ങിയ കുത്തണ ഫ്രൂട്ട് പിന്നെന്താണ്ട് കുത്തണ ഫ്രൂട്ടി. യെസ്. അപ്പൊ കുത്തണ ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ട്രാക്ടറാണ് ബോക്സിൽ കുത്തി കുടിക്കുമല്ലോ. ഇന്ന കുത്തണ ഫ്രൂട്ടി എന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ വേണ്ടി തൃശ്ശൂർ ടൗണിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് കയറി ഷൊർണൂർ റോട്ടിൽ കയറും. പിന്നെ അവിടുന്ന് കുളപ്പള്ളി ഒറ്റ പാലക്കാട് റോട്ടിലാണ് നമ്മുടെ വീടുള്ളത്. അപ്പൊ നമുക്ക് പോവല്ലേ എന്നാ. അങ്ങനെ റെയ്ഹാനത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകും. അല്ല റെയ്ഹാനത്തെ ഒന്നും തൊട്ട് കാര്യമല്ല. റെയ്ഹാനത്തിന് നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിൽ വരെ ഒത്തിരി മടി കൂടുതലാണ്. പ്രാവശ്യം എന്ത് പറ്റി? കൊറേ ഓലയും പട്ടം ചൂലൊക്കെ എടുത്ത് മടിന്റെ ബാഗ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അവിടെ കിട്ടാത്ത പോലെ പട്ടയും ചൂലും പിന്നെ എന്നാ മുരിങ്ങയുടെ അല്ല ഇതൊക്കെ അവിടെ കിട്ടും ഗൈസ്. എന്നിട്ട് ഇവിടുന്ന് കെട്ടി വലിച്ചു കൊണ്ടുപോകണം. എന്താണ് ബീവി? ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ തൃശ്ശൂർ എത്തട്ടെ കേട്ടോ. പോവാം. കട്ടാക്കിട്ട് ഗൈസ് നമ്മളിപ്പോ എവിടെ എത്തിയെന്നറിയോ? വടക്കാഞ്ചേരി എത്തി. ആ ബ്ലോക്കിൽ നിന്ന് തീർന്നപ്പോ ഈ ബ്ലോക്കിൽ അസാധ്യ ബ്ലോക്ക്. വടക്കാഞ്ചേരി എത്തിയപ്പോഴാണ് അവനേക്കാൾ ബ്ലോക്ക്. ഇനിയിപ്പോ ഇത് മിക്കവാറും ആ അമ്പലം വരെ ഉണ്ടാവും അവിടെ. എന്ത് വരെ അറിയാം, ഉത്രാളിക്കാവ് വരെ ഈ ബ്ലോക്ക് ഉണ്ടാവും. അരിച്ചാണ് പോണത്. സമയം ഇപ്പോൾ 8 മണിയായി. നമ്മളെന്തായാലും വീടെത്തുമ്പോൾ 9:30 മണിയാവും. അപ്പൊ ഈ ബ്ലോക്ക് കടന്ന് നമ്മൾ പോട്ടെ. ഷവർമ വേണ്ട ലച്ചുവിന്? നിങ്ങൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു? ബർഗർ, പിസ്സ പറഞ്ഞിട്ടില്ല അല്ലെ? പെപ്സി കുടിക്കണം. ഇപ്പൊ ഞാൻ വാങ്ങിക്കൊടുത്തു പറയാർക്ക് വാശി പിടിച്ചിട്ട് എടുത്താണത്. മറ്റുള്ള കുത്തുന്ന ഫ്രൂട്ടിയും മേടിച്ചിട്ടുണ്ട്. എന്തായി കൊള്ളാക്കിയ? ഞങ്ങള് ചിക്കൻ ചീസ് ബർഗറും കൂടി പറഞ്ഞായിരുന്നു റെയ്ഹാനത്തിന്. പക്ഷെ മൂപ്പർക്ക് ഇപ്പോൾ ഷവർമ വേണ്ട, തിരിച്ച് ഇതന്നെ വേണമെന്ന് നെച്ചു പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോക്കി കഴിക്കുന്ന കാര്യം. കുറച്ച് തന്നെ ചെറിയുണ്ട്, കുറച്ച് ചൂടുണ്ട് കേട്ടോ. തൊണ്ണാപ്പ് കൊള്ളുന്നു. ചൂടുണ്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇപ്പോൾ വരാം. എന്താ നോക്കണേ? എന്താ നോക്കണ അച്ചു? എന്ത് ക്യാമറ? ഓഹോ ഗെയ്സ്. അപ്പം നമ്മൾ ഇവിടുന്ന് കഴിച്ചു. ജ്യൂസ് കഴിക്കാതെ തന്നെ ജ്യൂസ് ബർഗറൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. വീടെത്തില്ല നമുക്ക് ഓക്കെ. കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല സൗണ്ട് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളെവിടെത്തി വീട്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര. ഞാൻ പറഞ്ഞ ബിരിയാണി കൊണ്ടിട്ടുണ്ടായിരുന്നത് അത് എന്നാലും നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നവർ വിളിച്ച് വരാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ റെയ്യാനത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ബർഗർ കഴിച്ചുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ദോശ ഇട്ടിട്ട് എന്തെങ്കിലും മതി, ലേറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞാലും. അപ്പോൾ നമ്മളത് കഴിച്ച് നമ്മുടെ ഫാമിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഇവിടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് കാണട്ടെ. ഓക്കെ, ടാറ്റാ.